ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ശലോം പ്രേക്ഷകരെ, ദൈവവചനത്തിൻ്റെ വിശുദ്ധീകരണ ശക്തി, മനസ്സാന്തര ശക്തി, സൗഖ്യശക്തി, അത് നമ്മളൊന്ന് വേർതിരിച്ച് മനസ്സിലാക്കാനെന്ന് ശ്രമിക്കുകയാണ്. സങ്കീർത്തകൻ പറയുന്നുണ്ട്, 119 സങ്കീർത്തനം 18 വചനത്തിൽ, കർത്താവേ, അങ്ങയുടെ പ്രമാണങ്ങളിലെ വൈശിഷ്ട്യം ദർശിക്കാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമെന്ന്. നമുക്കും സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ, അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കുവാനായിട്ട് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. ദൈവവചനത്തിൻ്റെ വിശുദ്ധീകരണ ശക്തി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒരു മനുഷ്യനിൽ സ്ഥായിയായ മാറ്റങ്ങൾ വരുത്താൻ ദൈവവചനത്തിനെ കഴിയൂ. അതുകൊണ്ടാണ് സങ്കീർത്തകൻ തന്നെ പറയുന്നുണ്ടല്ലോ, സ്വന്തം തെറ്റുകൾ തിരിച്ചറിയാൻ ആർക്ക് കഴിയും? സങ്കീർത്തനം 19:12 വചനമാണിത്. ദൈവവചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ആത്മാവിൻ്റെ ഭംഗി നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്ന വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം സത്യമാണ്. ഈ സത്യം തന്നെയായ വചനം നമ്മൾ കേൾക്കുമ്പോഴാണ് നമ്മളിലുള്ള തെറ്റായ ബോധ്യങ്ങൾ മാറിപ്പോകുന്നത്. ഇതാ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പരിചയപ്പെട്ട ഒരു ടീച്ചർ, അന്ന് തിരുവനന്തപുരത്ത് ധ്യാനം നടക്കുമ്പോൾ 74 വയസ്സ് പ്രായമായ ടീച്ചറെ പരിചയപ്പെട്ടു. ആ ടീച്ചർ പലവിധ രോഗങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു സഹോദരി. സ്പോണ്ടിലോസിസിൻ്റെ പ്രശ്നമുണ്ട്, കഴുത്തിൽ കോളർ ധരിച്ചിരിക്കുന്നു, ഡിസ്കിന് പ്രോബ്ലം ഉണ്ട്, അരയിൽ ബെൽറ്റ് ഇട്ടിരിക്കുന്നു, അൾസറിൻ്റെ പ്രോബ്ലം. എല്ലാ ദിവസവും കൃത്യം വൈകിട്ട് ഇത് തലയുടെ ഒരു വശം മൈഗ്രെയിൻ, ശക്തമായ തലവേദന അനുഭവപ്പെട്ടിരുന്നു. ധ്യാനത്തിലേക്ക് കടന്നു വന്നു. ക്ഷമയുടെ ക്ലാസ് കഴിഞ്ഞു. എൻ്റെ അടുക്കൽ ഷെയറിങ്ങിന് വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ബ്രദറെ, ദൈവം സ്നേഹമാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സഹോദരൻ പഠിപ്പിച്ചു. ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. അങ്ങനെയാണ് ആ ടീച്ചർ പറഞ്ഞത്. ഒരിക്കലും ഞാനത് വിശ്വസിക്കില്ല. അത് കാരണം ചെറുപ്പം മുതൽ എൻ്റെ ജീവിതം ദുരിതപൂർണമായിരുന്നു. എന്നിട്ട് ടീച്ചറുടെ ജീവിതം പങ്കുവയ്ക്കുകയായിരുന്നു, കഴിഞ്ഞകാല ജീവിതം. 10 വയസ്സിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. ആദ്യം അപ്പച്ചനാണ് മരിച്ചത്. അന്ന് ടീച്ചറിൻ്റെ വയസ്സ് 10. അപ്പച്ചൻ മരിച്ച് അപ്പച്ചൻ്റെ വേർപാട് താങ്ങാൻ കഴിയാതെ അമ്മച്ചിയും ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. വെറും 6 മാസത്തെ വ്യത്യാസത്തിനാണ് ടീച്ചറിൻ്റെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടത്. പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ആ വേർപാടിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും ടീച്ചറെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ടീച്ചറെ പരിചയപ്പെട്ട് ടീച്ചറിനോട് കാര്യങ്ങളൊക്കെ തിരക്കി മാതാപിതാക്കളെക്കുറിച്ച് ചോദിച്ചപ്പോൾ തേങ്ങി കരയാൻ തുടങ്ങി. സങ്കടം അണപൊട്ടി ഒഴുകാൻ തുടങ്ങി. ഞാൻ ഒത്തിരി പണിപ്പെട്ടു ടീച്ചറെ ആശ്വസിപ്പിക്കാൻ. 64 വർഷം മുമ്പ് മരിച്ചുപോയ മാതാപിതാക്കളെ ഓർത്ത് കരഞ്ഞിരുന്ന ഒരു ടീച്ചർ ആ ദുഃഖവും സങ്കടം എല്ലാം ഉള്ളിൽ ഒതുക്കി രോഗിയായി മാറിയ ടീച്ചർ. പിന്നീട് മാതാപിതാക്കളുടെ വേർപാടിന് ശേഷം അപ്പൻ്റെ അനുജൻ്റെ വീട്ടിൽ നിന്നാണ് പഠിച്ചതും വളർന്നതെല്ലാം. മാതാപിതാക്കളിൽ നിന്ന് കിട്ടേണ്ട, അപ്പനിൽ നിന്ന് കിട്ടേണ്ട പിതൃസ്നേഹം, അമ്മയിൽ നിന്ന് കിട്ടേണ്ട മാതൃവാത്സല്യം, ഇതെല്ലാം ലഭിക്കാതെയാണ് ടീച്ചർ വളർന്നത്. അതോടൊപ്പം തന്നെ 12ാമത്തെ വയസ്സിൽ ഒരു രോഗം പിടികൂടി, അപസ്മാരം. ടീച്ചറെ ആ കഴിഞ്ഞ കാലം എന്നോട് പങ്കുവച്ചത് ഇങ്ങനെയാണ്, ക്ലാസ്സിൽ കുട്ടികളുടെ കൂട്ടത്തിലിരിക്കുമ്പോൾ ഈ രോഗലക്ഷണം വരുമ്പോൾ മോഹാത്സ്യപ്പെട്ട് വീഴും, വായിൽ നിന്ന് നൊരയും പതയും വരും. ഇത് കണ്ട് കൂടെ പഠിക്കുന്നവർ അവരെ പേടിച്ച് അവർ ക്ലാസ് റൂം വിട്ട് ഓടും. പിന്നെ ക്ലാസ് റൂമിൽ നിന്ന് വേറെ ടീച്ചേഴ്സ് റൂമിൽ നിന്ന് ടീച്ചേഴ്സ് ആരെങ്കിലും വന്ന് താക്കോലോ അങ്ങനെ എന്തെങ്കിലും ഇരുമ്പിൻ്റെ സാധനങ്ങൾ കയ്യിൽ കൊടുക്കുമ്പോഴാണ് അവിടെ ഒരു ആശ്വാസമാകുന്നത്. ചെറുപ്പം മുതൽ കൂട്ടുകാരികളുടെ കളിയാക്കലുകളും പരിഹാസവാക്കുകളും കുത്തുവാക്കുകൾ കേട്ട് തളർന്നുപോയ ടീച്ചർ കഷ്ടപ്പെട്ട് പഠിച്ചു, ഡിഗ്രി കഴിഞ്ഞു, BEd എടുത്തു, അതേ സ്കൂളിൽ തന്നെ ടീച്ചറായിട്ട് നിയമനം കിട്ടി. വീണ്ടും കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും ഈ രോഗത്തിൻ്റെ ലക്ഷണം. അപ്പോഴും അവിടെ പഠിക്കുന്ന മക്കൾ ഈ ടീച്ചറുടെ അവസ്ഥ കണ്ടിട്ട് അവർ ക്ലാസ് റൂം വിട്ട് ഓടും. ഒരു ജീവിതാന്തം ആഗ്രഹിച്ചു, കുടുംബജീവിതം ആഗ്രഹിച്ചു, പല വിവാഹാലോചനകൾ വന്നു. ഈ രോഗ കാരണം
വിവാഹാലോചനകളെല്ലാം മുടങ്ങിപ്പോയി. ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് തിരുവനന്തപുരത്ത് ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കുകയാണ്. ടീച്ചറിന് തന്നോട് തന്നെ ക്ഷമിക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും പരാതിയും പെറുപെറുപ്പും. ഞാൻ ഓർക്കുന്നു, അന്ന് ഏറ്റവും മുൻനിരയിലാണ് സീറ്റ് പിടിച്ചിരുന്നത് ടീച്ചർ. ധ്യാനം നടക്കുമ്പോൾ ഏറ്റവും മുൻനിരയിൽ. പക്ഷേ ഒരു സഹകരണം ടീച്ചറിൻ്റെ ഭാഗത്തുനിന്നില്ല. കൈപൊക്കാനോ സ്തുതിക്കാനോ പാട്ട് പാടാനോ പ്രാർത്ഥനയേറ്റ് പറയാനോ വചനം പറയാനോ ഒന്നും ഒരു താല്പര്യം കാണിക്കുന്നില്ല. ടീച്ചർ എന്നോട് പറഞ്ഞത് എങ്ങനെയാണ്? ദൈവം സ്നേഹമാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. 45 മിനിറ്റാണ് അന്ന് ഷെയറിങ്ങിന് അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ ടീച്ചറിന് കൂടുതൽ സമയം കൊടുത്തു. ടീച്ചറെ ഞാൻ കുറേ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ടീച്ചറിന് കുറേ ആശ്വാസമായി. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ടീച്ചറോട് സംസാരിച്ചു. അതാണ് വചനത്തിൻ്റെ വിശുദ്ധീകരണ ശക്തി. പ്രഭാഷകൻ്റെ പുസ്തകം 30-ാമത്തെ അധ്യായം 21 മുതലുള്ള വചനഭാഗം, അതിൻ്റെ തലക്കെട്ട് തന്നെ സന്തോഷമെന്നാണ്. ആ ഭാഗത്തിൻ്റെ തലക്കെട്ട് സന്തോഷമെന്നാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത്. ഹൃദയാനന്ദം ഒരുവൻ്റെ ജീവനും സന്തോഷം അവൻ്റെ ആയുസ്സുമാണ്. ദുഃഖം അകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, അത് നിഷ്പ്രയോജനമാണ്. വീണ്ടും പ്രഭാഷകൻ്റെ പുസ്തകം 38-ാമത്തെ അധ്യായം 21-ാമത്തെ വചനം വായിച്ചു കേൾപ്പിച്ചു. തിരിച്ചുവരവ് അസാധ്യമെന്നോർക്കുക, നീ അവർക്കൊരു നന്മയും ചെയ്യുന്നില്ല, നീ നിന്നെ തന്നെ നശിപ്പിക്കുകയാണ്. ഞാൻ എത്ര കരഞ്ഞാലും എൻ്റെ പ്രിയപ്പെട്ടവർ, മരിച്ചുപോയ എൻ്റെ പ്രിയപ്പെട്ടവർ ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. അത് മുദ്രയിട്ട് ഉറപ്പിച്ചതാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2:5 നമ്മളങ്ങനെ വായിക്കുന്നുണ്ട്. തിരിച്ചു വരവ് അസാധ്യം, അത് മുദ്രയിട്ട് ഉറപ്പിച്ചതാണ്. ഞാൻ കരഞ്ഞ് എൻ്റെ ജീവിതം പാഴാക്കി. അതാണ് ടീച്ചർ തിരിച്ചറിഞ്ഞ ഒരു സത്യം. ഈ വചനങ്ങളിലൂടെ എല്ലാം കടന്നു പോയപ്പോൾ, ഈ വചനം ടീച്ചർ ഹൃദയത്തിൽ വീണ് കഴിഞ്ഞപ്പോഴാണ് സത്യം അറിയുന്നത്. ടീച്ചർ എന്നോട് പറഞ്ഞു, ഈ ധ്യാനം പണ്ടേ ഞാൻ കൂടിയിരുന്നെങ്കിൽ, ഈ വചനങ്ങൾ ഞാൻ കേട്ടിരുന്നുവെങ്കിൽ എൻ്റെ കഴിഞ്ഞ കാലം വെറുതെ കരഞ്ഞ് ഞാൻ പാഴാക്കി കളയില്ലായിരുന്നുവെന്ന്. ദുഃഖം അകറ്റുക, ആത്മാവിനെ സന്തോഷിപ്പിക്കുക, ഹൃദയത്തെ ആശ്വസിപ്പിക്കുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, അത് നിഷ്പ്രയോജനം. വ്യക്തിപരമാക്കി പറയാനായിട്ട് ഞാൻ ആ ടീച്ചറെ സഹായിച്ചു. ഞാൻ എന്നിലെ ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ദുഃഖം എന്നെ നശിപ്പിച്ചിട്ടുണ്ട്, അതെനിക്ക് നിഷ്പ്രയോജനമാണ്. ഞാൻ അമിതമായി ദുഃഖിക്കുകയോ എന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത്. ഹൃദയാനന്ദം എൻ്റെ ജീവനും സന്തോഷം എൻ്റെ ആയുസ്സുമാണ്. ആ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ ടീച്ചറിന് കുറേ ആശ്വാസമായി. സ്നേഹമുള്ളവരെ, ആന്തരിക സൗഖ്യത്തിൻ്റെ ക്ലാസ് കഴിഞ്ഞു, ആന്തരിക സൗഖ്യ പ്രാർത്ഥന കഴിഞ്ഞു. ഇതാ അവസാന ദിവസം അഭിഷേക പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ അതെല്ലാം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ തയ്യാറായി. തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം, പ്രിയപ്പെട്ടവരെ വേർപാട്, രോഗങ്ങൾ, അതെല്ലാം ദൈവഹിതമാണെന്ന് തിരിച്ചറിഞ്ഞു. ഞാൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല, ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. എങ്കിൽ കഴിഞ്ഞകാല ജീവിതം അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക, ദൈവകാര്യങ്ങളിൽ നിന്നെല്ലാം സ്വീകരിക്കുക, ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങാൻ പറഞ്ഞു. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടിട്ടും വീണ്ടും പഠിക്കാനുള്ള സാഹചര്യം, അവസരം ദൈവം ഒരുക്കി കൊടുത്തു. ഡിഗ്രി പാസ്സായി, BEd പാസ്സായി, ഒരു ടീച്ചറായി നിയമനം കിട്ടി. ഇന്ന് ആരെയും ആശ്രയിക്കാതെ ഇന്ന് ജീവിക്കാനുള്ള ചുറ്റുപാട് സൗകര്യമെല്ലാം ദൈവം ഒരുക്കി കൊടുത്തു. ദൈവം നൽകിയ നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ അത്ഭുതമാണ് ആ ടീച്ചറുടെ ജീവിതത്തിൽ സംഭവിച്ചത്. വർഷങ്ങളായി ഉണ്ടായിട്ടുള്ള ആ സ്പോണ്ടലോസിസിൻ്റെ ആ രോഗം, ഡിസ്കിന് പ്രോബ്ലം, ഈ കോളർ അഴിച്ചു മാറ്റാൻ സാധിച്ചു, അരയിലെ ബെൽറ്റ് ഊരി മാറ്റാൻ സാധിച്ചു. തലവേദന അന്നു മുതൽ പിന്നീട് ഉണ്ടായിട്ടില്ല. മൈഗ്രെയിൻ്റെ രോഗം കർത്താവ് തൊട്ട് സുഖപ്പെടുത്തി. സ്നേഹമുള്ളവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ദൈവവചനത്തിൻ്റെ വിശുദ്ധീകരണ ശക്തി, ദൈവവചനത്തിൻ്റെ സൗഖ്യശക്തി. മരുന്നോ ലേപനോ ഔഷധമല്ല, അങ്ങയുടെ വചനമാണല്ലോ സുഖപ്പെടുത്തിയത്. ഇനി മറ്റൊരു സത്യം കൂടി മനസ്സിലാക്കുക, പല രോഗങ്ങളും മനസ്സിൻ്റെ മുറിവുമായിട്ട് വളരെയധികം അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. മനസ്സ് മുറിവേറ്റാൽ, ദുഃഖവും നിരാശയും നമ്മുടെ ഉള്ളിൽ ഒതുക്കിയാൽ, നമുക്കെപ്പോഴും ഒരു വിഷാദഭാവമാണെങ്കിൽ, സങ്കടഭാവമാണെങ്കിൽ, അത് നമ്മളെ രോഗത്തിലേക്ക് നയിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇത് ദൈവത്തിൻ്റെ വചനം കേട്ടു, ദൈവസ്നേഹം കൊണ്ട് ഹൃദയം നിറഞ്ഞു,
പരിശുദ്ധാത്മാവുകൊണ്ട് നിറഞ്ഞു. സൗഖ്യം അവിടെ പ്രകടമാകാൻ തുടങ്ങിയിരിക്കുന്നു. ടീച്ചർ വളരെ സന്തോഷവതിയായിട്ടാണ് ആ ധ്യാനം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയത്. പിന്നീട് ഞാൻ കേട്ടു ടീച്ചർ അവിടെ ചെറിയ രീതിയിൽ പ്രേക്ഷിത വേല ചെയ്യാനെല്ലാം തുടങ്ങി, ദൈവത്തെ ഏറ്റുപറയാനെല്ലാം തുടങ്ങി. ദൈവവചനം നമ്മളെ വിശുദ്ധീകരിക്കുന്നു, ദൈവവചനം നമ്മളെ സുഖപ്പെടുത്തുന്നു. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്ന വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ സമ്പൂർണ്ണ ബൈബിളിൽ ഏകദേശം 37,000 വചനങ്ങളുണ്ടെന്നാണ് എൻ്റെ അറിവ്. നോട്ട് എക്സാക്റ്റ്, ഏകദേശം 37,000 വചനങ്ങൾ. ഇതിൽ 82% ആശ്വാസത്തിൻ്റെ വചനങ്ങളാണ്, 11% വചനങ്ങൾ ഉപദേശത്തിൻ്റെ വചനങ്ങൾ, 7% ശാസനത്തിൻ്റെ വചനങ്ങളാണ്. 82% ആശ്വാസത്തിൻ്റെ വചനങ്ങൾ ഈ സമ്പൂർണ്ണ ബൈബിളിൽ ഉണ്ടായിട്ടും, ഇത് നമ്മുടെ കയ്യിലുണ്ടായിട്ടും എന്തുകൊണ്ട് നമുക്ക് ആശ്വാസം കിട്ടാതെ പോകുന്നു? ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ വീണിട്ടില്ല, ദൈവസ്നേഹം കൊണ്ട് നമ്മൾ നിറഞ്ഞിട്ടില്ല, വചനത്തിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണല്ലോ മാർക്കോസിൻ്റെ സുവിശേഷം, വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 12:24 നമ്മൾ വായിക്കുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. വിശുദ്ധ ലിഖിതങ്ങൾ ദൈവത്തിൻ്റെ ശക്തി അറിയാത്തതുകൊണ്ട് നമുക്കൊക്കെ തെറ്റുപറ്റിയിരിക്കുന്നു. അതാണ് ടീച്ചർ പറഞ്ഞത്, ഈ വചനം ഞാൻ നേരത്തെ കേട്ടിരുന്നെങ്കിൽ കരഞ്ഞ് കരഞ്ഞ് എൻ്റെ ജീവിതം ഞാൻ പാഴാക്കി കളയില്ലായിരുന്നു, ഞാനൊരു രോഗിയായി മാറില്ലായിരുന്നു. ദൈവവചനം നമ്മൾ കേൾക്കണം, ആർത്തിയോടെ കേൾക്കണം. അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ നമുക്ക് വലിയൊരു വിശുദ്ധീകരണം അതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. ദൈവവചനം നമ്മെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു, മറ്റുള്ളവരെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വചനം സഹായിക്കുന്നു. ഞാൻ ഓർക്കുന്ന ഒരു സംഭവം, വഞ്ചിച്ച കാമുകിയെ കൊല ചെയ്യാനുള്ള തീരുമാനമായിട്ട് ബാംഗ്ലൂർക്ക് പോകാനായിട്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തുനിന്നിരുന്ന ഒരു മകൻ, ആ മകനെ നിർബന്ധിച്ചാണ് ആ മകൻ്റെ കൂട്ടുകാരൻ പാലയ്ക്കടുത്തുള്ള ചെത്തിമറ്റത്തുള്ള ക്രിസ്തുജ്യോതി ധ്യാന കേന്ദ്രത്തിലേക്ക് ധ്യാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പോൾ ട്രെയിൻ ടിക്കറ്റൊക്കെ ആ മകൻ്റെ കയ്യിലുണ്ട്, വഞ്ചിച്ച കാമുകിയെ കൊല ചെയ്യാനുള്ള ആ കടാരയും ആ ബാഗിലുണ്ട്. സാധാരണ ധ്യാനം കൂടാൻ വരുമ്പോൾ ബൈബിള്, നോട്ട്ബുക്ക്, പേനയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ മകൻ കടാരയുമായിട്ടാണ് ധ്യാനം കൂടാൻ വന്നത്. ഈശ്വര സ്നേഹമുള്ളവരെ, ആ മകൻ ആ ദിവസത്തിൽ കേട്ടൊരു വചനം, പ്രഭാഷകൻ 28:1 വചനം. പ്രഭാഷകൻ 28:1, പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും, അവൻ്റെ പാപങ്ങൾ ദൈവം ക്ഷമിക്കുകയില്ല. ആ ഒരൊറ്റ വചനം കേട്ടപ്പോൾ ആ മകൻ്റെ മനസ്സ് ഇതാ വലിയ മാറ്റം സംഭവിച്ചു. ആ മകൻ്റെ ഹൃദയം ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞു. പ്രതികാരം തമ്പുരാന് വിട്ടുകൊടുത്തു. ഇതാ അനേകം വർഷങ്ങൾ IELTS പരീക്ഷ എഴുതിയിട്ട് പാസ്സാകാതെ പോയ മകൻ തന്നെ വഞ്ചിച്ച കാമിയോട് നിരുപാധികം ക്ഷമിക്കാൻ തയ്യാറായപ്പോൾ, വ്യവസ്ഥകൾ കൂടാതെ ക്ഷമിക്കാൻ തയ്യാറായപ്പോൾ, പിന്നീട് IELTS പരീക്ഷ എഴുതി നല്ല സ്കോറോടെ പാസ്സായി ഇന്ന് വിദേശത്ത് ജീവിത പങ്കാളി ഒരുമിച്ച് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:14 തിരുവചനം, മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും, മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ തെറ്റുകളും നിങ്ങളോടും ക്ഷമിക്കുകയില്ല. ഞാൻ വ്യവസ്ഥകൾ കൂടാതെ അൺകണ്ടീഷണലായിട്ട് നിരുപാധികം മറ്റുള്ളവരോട് ക്ഷമിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം എൻ്റെ നിരവധിയായ തെറ്റുകൾ എന്നോട് ക്ഷമിക്കും, ദൈവം എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഇതിന് ഞാൻ ദൈവത്തിൻ്റെ വചനം കേൾക്കണം, ആ വചനം എൻ്റെ ഹൃദയത്തിൽ വീഴണം. അപ്പോഴാണ് ഞാൻ തെറ്റായ ആ ബോധ്യങ്ങളിൽ നിന്നും കാഴ്ചപ്പാടിൽ നിന്നും ആ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം പിന്തിരിയുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയുന്നത്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. 119 സങ്കീർത്തനം 11 വചനമാണ്. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. സൂസൻ എന്ന പെൺകുട്ടി അതീവ സുന്ദരിയാണ്, നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ പരിചയപ്പെടുന്നുണ്ട്. അവൾ പാപം ചെയ്യാൻ പ്രലോഭിക്കപ്പെട്ടപ്പോൾ
അവൾ പാപത്തേക്കാൾ അധികമായി മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായതിൻ്റെ കാരണം ചെറുപ്പം മുതൽ മാതാപിതാക്കൾ അവളെ വചനം പഠിപ്പിച്ചിരുന്നു, പരിശീലിപ്പിച്ചിരുന്നു. അവളുടെ ഹൃദയത്തിൽ ധാരാളം വചനങ്ങളുണ്ടായിരുന്നു. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. സ്നേഹമുള്ളവരെ, സാധിക്കുന്ന എല്ലാവരും ഒരു ദിവസം ഒരു വചനമെങ്കിലും ഒന്ന് കാണാപ്പാഠം പഠിക്കാനെന്ന് ശ്രമിച്ചു നോക്കി. 37,000 വചനങ്ങൾ, 1% വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്കെല്ലാം വിശുദ്ധരായിട്ട് മാറാനായിട്ട് സാധിക്കും. വചനം നമ്മളെ വിശുദ്ധീകരിക്കും. വചനത്തിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. മനുഷ്യനിൽ സ്ഥായിയായ മാറ്റങ്ങൾ വരുത്താനായിട്ട് ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇന്ന് വചനം ഹൃദയത്തിലില്ലാത്തതിൻ്റെ പേരിൽ അനേകം മക്കൾ ഇന്ന് കുറ്റബോധത്തിൽ നിരാശയിലും കഴിയാണ്. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ധ്യാനം നടക്കുമ്പോൾ നടന്നൊരു സംഭവമാണ്. ആദ്യത്തെ ദിവസം ഇതാ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് അത്താഴം കഴിഞ്ഞ് വിശ്രമിക്കാനൊക്കെ പോയപ്പോൾ ഒരു വ്യക്തി ബ്ലേഡ് കൊണ്ട് കൈമുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പ്രേക്ഷിതരുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അത്ഭുതകരമായിട്ട് ആ വ്യക്തി രക്ഷപ്പെട്ടത്. വർഷങ്ങളായി പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന വ്യക്തി, അതുമൂലം കുറ്റബോധവും പാപഭാരവും മനസാക്ഷിക്കുത്തം അനുഭവപ്പെട്ട വ്യക്തി, എനിക്ക് രക്ഷയില്ല, ഞാൻ നശിച്ചു, എവിടെ ചെന്നാലും ഞാൻ ഗതി പിടിക്കില്ല. ഇതാ സാത്താൻ ചില തെറ്റായ ബോധ്യങ്ങളെല്ലാം ആ മകന് കൊടുത്തുകൊണ്ടിരുന്നു. ഇതാ ആ മകൻ ചെയ്ത ഒരു കടുങ്കൈയാണത്. ആദ്യത്തെ ദിവസം തന്നെ അത്താഴം കഴിഞ്ഞ് മുറിയിലേക്ക് പോയി ബ്ലേഡ് കൊണ്ട് കൈമുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പിന്നീടുള്ള ദിവസങ്ങൾ ഇതാ ആ മകൻ ഹോസ്പിറ്റലിൽ തിരിച്ചു വന്നു, വചനം കേട്ടു. അപ്പോഴാണ് തിരിച്ചറിയുന്നത് യെശയ്യാ 44:22 കർത്താവ് സംസാരിച്ചു. കാർമേഘം പോലെ നിൻ തിന്മകളെ, മൂടൽ മഞ്ഞ് പോലെ നിൻ പാപങ്ങളെ ഞാൻ തുടച്ചു മാറ്റും. യെശയ്യാ 44:22, യെശയ്യാ 1:18 വചനം ആ മകൻ വീണ്ടും കേട്ടു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അത് മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ ഞാനത് വെളുപ്പിക്കും. എത്ര വലിയ പാപിയായിക്കോട്ടെ, ഒരുപക്ഷെ ബൈബിളിലെ എല്ലാ വചനങ്ങളും എല്ലാ കൽപ്പനകളും ലംഘിച്ച് ജീവിച്ച വ്യക്തിയായിക്കോട്ടെ, സാരമില്ലെന്നാണ് ദൈവം പറയുന്നത്. വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അത് മഞ്ഞു പോലെ വെണ്മയുള്ളതായിത്തീരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ പാപങ്ങൾ ഏറ്റുപറയാതെ കുറ്റബോധവുമായി കഴിയുന്ന എത്രയോ മക്കളെയാണ് നമ്മൾ കാണുന്നത്. യൂറോപ്പിലെല്ലാം കാണുന്ന ഒരു കാഴ്ച ഇതാണ്. അനേകം മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് ഗുളിക കഴിക്കുന്നു, ഉറക്ക ഗുളിക കഴിക്കുന്നു. ഉറക്ക ഗുളിക കഴിച്ചിട്ട് ഉറങ്ങാൻ കിടക്കുന്നവർ. എന്തുകൊണ്ടാണത്? അനേകരിന്ന് പാപം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്, കുറ്റബോധം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അനേകരിന്ന് പാപഭാരവുമായിട്ട് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സങ്കീർത്തകൻ തൻ്റെ അനുഭവം പറയുന്നുണ്ട്. 32-ാം സങ്കീർത്തനത്തിൽ, ഞാൻ പാപങ്ങൾ ഏറ്റു പറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി. ഞാൻ പാപങ്ങൾ ഏറ്റു പറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി. സ്നേഹമുള്ളവരെ, പാപങ്ങൾ നമ്മൾ മറച്ചു വയ്ക്കരുത്. അത് ഏറ്റുപറയണം, അത് പരിത്യജിക്കണം. അപ്പോഴാണ് ആ വ്യക്തി കർത്താവിൻ്റെ കരുണ അനുഭവിക്കാൻ തുടങ്ങുന്നത്. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. അതിക്രമങ്ങൾക്ക് മാപ്പ് വേണോ? പാപങ്ങൾക്ക് മോചനം വേണോ? കർത്താവിൻ്റെ അടുക്കിലേക്ക് വരിക. തെറ്റിപ്പോയെന്ന് ആത്മാർത്ഥമായിട്ട് കർത്താവിനോട് പറയാൻ തയ്യാറാകുക. കർത്താവ് നമ്മുടെ നിരവധിയായ പാപങ്ങൾ ഏറ്റെടുക്കും. കർത്താവ് പാപങ്ങൾക്കൊത്ത് നമ്മളെ ശിക്ഷിക്കുന്ന ഒരു ദൈവമല്ല. ഈ സത്യം തിരിച്ചറിയുക. ഈ സത്യമെല്ലാം തിരിച്ചറിയണമെങ്കിൽ ഞാൻ ദൈവവചനത്തിൻ്റെ മുന്നിലിരിക്കാൻ തയ്യാറാകണം. അതുകൊണ്ടാണല്ലോ അനേകർക്ക് നമുക്കറിയാം, ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ദിവസങ്ങളിൽ അവർ കേൾക്കുന്ന വചനത്തിൻ്റെ വെളിച്ചത്തിൽ അവർ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ അവർ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് അവർക്ക് തോന്നുന്നത് ദൈവവചനത്തിന് നമ്മളെ വിശുദ്ധീകരിക്കാൻ സാധിക്കും. തമ്പുരാൻ പറയുന്നുണ്ടല്ലോ, സ്വർഗീയ പിതാവ് നടാത്ത ചെടികളെല്ലാം ഞാൻ പിഴുതെറിയുമെന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15:13 വചനമാണ്. എൻ്റെ സ്വർഗീയ പിതാവ് നടാത്ത എല്ലാ ചെടികളും ഞാൻ പിഴുതെറിയും. ഇന്ന് അനേകരുടെ ഹൃദയത്തിൽ ദുഃഖമുണ്ട്, നിരാശയുണ്ട്, സങ്കടമുണ്ട്, വെറുപ്പുണ്ട്, വിദ്വേഷമുണ്ട്, അഹങ്കാരമുണ്ട്, സ്വാർത്ഥതയുണ്ട്, അസൂയയുണ്ട്, ധനമോഹമുണ്ട്, അന്ധവിശ്വാസമുണ്ട്. ഇതെല്ലാം പിതാവ് നടാത്ത ചെടികളാണെങ്കിൽ
ഈ ചെടികളെയെല്ലാം പിഴുതെറിയണമെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ വചനം കേൾക്കണം. അവിടുത്തെ വചനമാണ് സത്യം. യോഹന്നാൻ 17:17 ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. അതുപോലെ വചനം അറിയാത്തതിൻ്റെ പേരിൽ ഇപ്പോഴും സൗഖ്യം കിട്ടാതെ നമുക്കറിയാം ജീവിതത്തിൽ മുന്നേറാൻ ബുദ്ധിമുട്ടുന്ന അനേകം ജീവിതങ്ങൾ. ഞാൻ ഒരിക്കൽ പരിചയപ്പെട്ട ഒരു ഓഫീസർ, അദ്ദേഹത്തിന് ലിഫ്റ്റിൽ കയറാൻ പേടിയാണ്. 10ാം നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ്. പക്ഷേ ഈ 10 നിലയും സ്റ്റെപ്പ് ചവിട്ടി കയറാനായിട്ട് അദ്ദേഹത്തിന് പറ്റുന്നില്ല. ലിഫ്റ്റിൽ കയറാൻ അദ്ദേഹത്തിന് പേടിയാണ്. ഈ പേടി എങ്ങനെ കടന്നു വന്നു? ഒരു ദിവസം ഇദ്ദേഹം ലിഫ്റ്റിൽ ഓഫീസിലേക്ക് പോകുമ്പോൾ, മുകളിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി. ലിഫ്റ്റിൽ ഇദ്ദേഹം തനിയായിരുന്നു. കറണ്ട് പോയി, ലൈറ്റ് പോയി, ആകെ അന്ധകാരം. കോണ്ടാക്ട് നമ്പറൊന്നും എഴുതിയെടുക്കാൻ പറ്റുന്നില്ല. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ശ്വാസം മുട്ടാൻ തുടങ്ങി. ഇദ്ദേഹം പേടിച്ച് വരണ്ടുപോയി. ഇദ്ദേഹം ആ ലിഫ്റ്റിൽ കുഴഞ്ഞു വീണു. 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഓപ്പറേറ്റർ വന്നു. ഇത് കറണ്ട് ഓണായി, ലിഫ്റ്റ് പ്രവർത്തിക്കാൻ തുടങ്ങി. പിന്നീട് അദ്ദേഹം ലിഫ്റ്റിൽ കയറിയിട്ടില്ല. അദ്ദേഹം ആ ഓഫീസ് മാറാനായിട്ട് എഴുതി കൊടുത്തിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇതാ ആ ഭയപ്പെട്ട സാഹചര്യം. ഇന്ന് അനേകം പേർ ഭയത്തിൻ്റെ, ഉത്കണ്ഠയുടെയും ആകുലതയുടെയും പിടിയിലാണെന്ന് സത്യം അറിയുക. ദൈവത്തിൻ്റെ വചനം കടന്നു വരുമ്പോഴാണ് വിശുദ്ധീകരണം നടക്കുന്നത്. സങ്കീർത്തനം 34:4, ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, സർവ്വഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ഞാൻ ഓഫീസർക്ക് പറഞ്ഞു കൊടുത്തു ഈ വചനം. നിങ്ങൾ കർത്താവിനെ തേടണം സഹോദര. നിങ്ങൾ ആ ലിഫ്റ്റിൽ തളർന്നിരുന്ന ആ സമയത്ത് നിങ്ങൾ കർത്താവിനെ തേടണം. അത് മുറിവേറ്റൊരു സമയമാണത്. നിങ്ങൾക്ക് ഭയം കടന്നു വന്ന നിമിഷം നിങ്ങൾ കർത്താവിനെ തേടിയാൽ കർത്താവ് നിങ്ങൾക്ക് ഉത്തരം നൽകും. സർവ്വഭയങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങളെ മോചിപ്പിക്കും. നമ്മൾ കർത്താവിനെ തേടുന്നില്ലെങ്കിൽ അവിടെ നമുക്ക് ഉത്തരം തരില്ല. ഒരു ഭയത്തിൽ നമുക്ക് മോചനം കിട്ടില്ല. വീണ്ടും പറഞ്ഞു കൊടുത്തു, എൻ്റെ ദൈവമായ കർത്താവ് ഞാൻ പോകുന്നിടത്തെല്ലാം എന്നോട് കൂടെ ഉണ്ടായിരിക്കും. ജോഷുവ 1:9 പറഞ്ഞു കൊടുത്തു. യെശയ്യാ 41:13 വചനം പറഞ്ഞു കൊടുത്തു. നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും. 3-4 വചനങ്ങൾ ആ സഹോദരന് പറഞ്ഞു കൊടുത്തു. ഈ വചനങ്ങൾ ഉരുവിടാൻ തുടങ്ങി. ആ ഭയം അദ്ദേഹത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുപോയി. അതേ ഓഫീസിൽ തന്നെ അദ്ദേഹം ജോലി തുടർന്നു. സ്നേഹമുള്ളവരെ, സ്വർഗീയ പിതാവ് നടാത്ത അനേകം ചെടികൾ ഭയത്തിൻ്റെ, ആകുലതയുടെ, ഉത്കണ്ഠയുടെ, ഭയത്തിൻ്റെ, അപകർഷതയുടെ, ദുഃഖത്തിൻ്റെ, നിരാശയുടെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ, സ്വാർത്ഥതയുടെ, അസൂയയുടെ പിതാവ് നടാത്ത ചെടികൾ അത് പിഴുതെറിയപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ ഒരു ഡോക്ടർ എന്നോട് വളരെ വിഷമത്തോടെ ഒരു കാര്യം പറഞ്ഞു. ടോമി സഹോദര, ഞാൻ അത്യാവശ്യം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ ഞാൻ സജീവമായിട്ട് കുടുംബാംഗങ്ങളോടൊപ്പം പങ്കെടുക്കുന്നു. സാധിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് വിശ്വാസത്തിലൊന്ന് മുന്നേറാനോ ഈശോയുടെ സ്നേഹത്തിൽ ആഴപ്പെടാനോ എനിക്ക് സാധിക്കുന്നില്ല. അതിനുള്ള കാരണം അദ്ദേഹം പറഞ്ഞത്, വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വായിച്ചിട്ടുള്ള ഒരു യുക്തിവാദിയുടെ ഒരു പുസ്തകം, അന്ന് അദ്ദേഹത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള തെറ്റായ ബോധ്യങ്ങൾ. എത്ര ശ്രമിച്ചിട്ടും ഈശോയുടെ സ്നേഹത്തിൽ ആഴപ്പെടാൻ പറ്റുന്നില്ല, വിശ്വാസത്തിൽ മുന്നേറാനായിട്ട് സാധിക്കുന്നില്ല. ഇതാ, വിശ്വാസത്തിന് നിരക്കാത്ത പുസ്തകങ്ങൾ നമ്മൾ വായിച്ചാൽ ഇങ്ങനെ തെറ്റായ ബോധ്യങ്ങൾ കടന്നു വരും. ഈ ബോധ്യങ്ങളിനെ വിശുദ്ധീകരിക്കപ്പെടുന്ന എന്ത് ചെയ്യണം? ഈശോ പറഞ്ഞു, അങ്ങയുടെ വചനമാണ് സത്യം, സത്യം തന്നെയായ വചനം കേൾക്കണം. സ്നേഹത്തോടെ ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എത്രയും പെട്ടെന്ന് ഒരു ധ്യാനം കൂടാൻ പറഞ്ഞു. അത് ഡോക്ടർ സമ്മതിച്ചു. ഡോക്ടർ ഒരു ധ്യാനം കൂടി വളരെ സന്തോഷത്തോടെ തിരിച്ചു വന്നു. ഡോക്ടർ എന്നോട് പറഞ്ഞു, ടോമി സഹോദര, ഞാൻ ആ ധ്യാനം കൂടിയത് എനിക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു. എന്നിലെ തെറ്റായ ബോധ്യങ്ങളൊക്കെ മാറി. ജെറമിയ പ്രവാചകൻ്റെ അധരങ്ങളെ കർത്താവ് വിശുദ്ധീകരിച്ചിട്ട് ഒരു ദൗത്യം കൊടുക്കുന്നുണ്ട്. ജെറമിയ പ്രവാചകൻ 1-ാമത്തെ അധ്യായം 9-10 വചനം. അധരങ്ങളെ വിശുദ്ധീകരിച്ചിട്ട് പറഞ്ഞു, പിഴുതെറിയുവാൻ, ഇടിച്ചു തകർക്കുവാൻ, പടുത്തുയർത്തുവാൻ, നട്ടുവളർത്തുവാൻ ഇതാ നിന്നെ ഞാൻ അഭിഷേകം ചെയ്തിരിക്കുന്നു. സ്വർഗീയ പിതാവ് നടാത്ത ദുഃഖവും നിരാശയും എല്ലാം പിഴുതെറിയുവാനായിട്ട്, തളർന്ന മനസ്സുകളെ പടുത്തുയർത്തുവാനായിട്ട്, നട്ടുവളർത്തുവാനായിട്ട്, തെറ്റായ ബോധ്യങ്ങളെ തകിടം മറിക്കുവാനായിട്ട് ദൈവവചനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവവചനം നമുക്ക് മുറുകെ പിടിക്കാം. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഒന്ന് കണ്ണുകളടയ്ക്കാം. നമുക്ക് ഈശോയോട് പറയാം, ഈശോയെ, അങ്ങ് എന്നോട് പറയുന്ന വചന നിമിത്തം ഞാൻ ശുദ്ധിയുള്ളവനായിരിക്കുന്നു. ഈശോയെ,
ലോകം എന്നോട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ നിമിത്തം ഞാൻ അശുദ്ധിയുള്ളവനായിരിക്കുന്നു. ഒത്തിരി തെറ്റായ ബോധ്യങ്ങൾ എന്നിലേക്ക് കടന്നു വന്നിരിക്കുന്നു. കർത്താവായ ഈശോയെ, സത്യം തന്നെയായ വചനത്തിൽ അങ്ങ് എന്നെ വിശുദ്ധീകരിക്കണമേ, അങ്ങയുടേതാക്കി മാറ്റണമേ. കർത്താവ് നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.